സംസ്ഥാനത്ത് പാചകവാതക വിതരണത്തിൽ നേരിടുന്ന കടുത്ത ക്ഷാമത്തിലും കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികളിലും പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം അരങ്ങേറി. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് സംഘർഷഭരിതവും നാടകീയമായ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. രാജ്യത്ത് പാചകവാതക സിലിണ്ടറുകളുടെ ലഭ്യത കുറയുന്നതും വിതരണത്തിൽ ഉണ്ടാകുന്ന അനാവശ്യ കാലതാമസവും സാധാരണക്കാരുടെ അടുക്കളകളെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. സബ്സിഡി വെട്ടിക്കുറച്ചതും വില അടിക്കടി വർദ്ധിപ്പിക്കുന്നതും വഴി കേന്ദ്ര സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. സാധാരണക്കാരുടെ ജീവിതോപാധികൾക്ക് മേലുള്ള കടന്നുകയറ്റമാണിതെന്ന വികാരമാണ് സമരത്തിലുടനീളം ഉയർന്നു കേട്ടത്. കണ്ണൂർ നഗരത്തിലൂടെ മുദ്രാവാക്യം വിളികളുമായി എത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോസ്റ്റ് ഓഫീസിന് മുന്നിലെ പോലീസ് ബാരിക്കേഡുകൾ ഭേദിക്കാൻ ശ്രമിച്ചു. പോലീസിനെ വെട്ടിച്ചൊരു വിഭാഗം പ്രവർത്തകർ ഹെഡ് പോസ്റ്റ് ഓഫീസിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറുകയും അവിടെ കുത്തിയിരുന്ന് സമരം ആരംഭിക്കുകയും ചെയ്തു. ഇതോടെ പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുകയും കനത്ത പോലീസ് സന്നാഹം സ്ഥലത്തെത്തുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള മുദ്രാവാക്യങ്ങളാൽ പോസ്റ്റ് ഓഫീസ് പരിസരം പ്രകമ്പനം കൊണ്ടു. കുത്തിയിരിപ്പ് സമരം നടത്തിയ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും അവർ വഴങ്ങിയില്ല. ഒടുവിൽ പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ പോലീസ് വാഹനത്തിലേക്ക് മാറ്റുന്നതിനിടയിലും വലിയ തോതിലുള്ള പ്രതിഷേധം തുടർന്നു. ജില്ലാ നേതാക്കൾ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. കോർപ്പറേറ്റുകൾക്ക് ഇളവ് നൽകുന്ന കേന്ദ്ര സർക്കാർ പാവപ്പെട്ടവന്റെ അടുക്കളയിൽ തീ പുകയാത്ത അവസ്ഥയാണ് സൃഷ്ടിക്കുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. പാചകവാതക വിതരണത്തിൽ അനിശ്ചിതത്വം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. ഈ പ്രതിഷേധം കണ്ണൂരിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും പാചകവാതകം പോലുള്ള ആവശ്യ വസ്തുക്കളുടെ ക്ഷാമം വലിയ ജനരോഷത്തിനാണ് കാരണമായത്.